ഇതിപ്പോ സ്ഥിരീകരിച്ചിട്ടില്ല പുലിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാട്ടുമൃഗങ്ങളാണോ എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്ക് അവിടെ സംശയം തോന്നിയ പ്രദേശവാസി തന്നെ അദ്ദേഹത്തിന്റെ CCTV എടുത്ത് പരിശോധിച്ചപ്പോ അതില് അദ്ദേഹത്തിന് താറാവിനെ പിടിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ദൃശ്യത്തില് കണ്ട ഒരു രൂപസാദൃശ്യം വെച്ചിട്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വിഷ്വൽസ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരും ഇതൊരു സംശയത്തിന്റെ രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് വന്ന് വിഷ്വല് ഫുൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പേർട്ട് വരണം, കാൽപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം എന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തെത്താനും അവര് അത് സ്ഥിരീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ശരി, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് ഈ നൌഷാദ് പറയുന്നത്. ഇതിനു മുമ്പും കോഴികളെയൊക്കെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അവിടെ സ്ഥിരമായിട്ട് ഇവരുടെ കോഴികളെയും താറാവിനെയും കാണാതെ ആകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരമാണ് CCTV വെച്ച് പരിശോധിച്ചത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ദൃശ്യം കിട്ടിയത്. ഇതിനു മുമ്പ് അവിടെ ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആന കാട്ടിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു പുലിയുടെ സ്ഥിതി ഇത് ആദ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ അവിടെയുള്ള പ്രദേശവാസികൾക്ക്. ഇതിനു മുമ്പ് ഇതിന്റെ തൊട്ടടുത്ത വനപ്രദേശത്ത് ഇതേപോലെ പുലിയുടെ രൂപസാദൃശ്യമുള്ള ഒരു മൃഗത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവസാനം ഫോറസ്റ്റുകാർ അത് വന്ന് അത് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത് നമുക്കത് കാണുമ്പോൾ അതൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൃഗമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് പുലിയാണ് എന്നുള്ളൊരു സംശയം ഉയർത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ എന്ത് നടപടിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? കാരണം നമുക്കറിയാം ഈ വനമേഖലയിൽ നിന്നൊക്കെ ആനയും മറ്റൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? ഇത് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ കൃത്യമായിട്ട് നമുക്കതിന് ജനങ്ങൾക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ അതിന്റെയൊക്കെ പരിമിതികൾ ഒരുപാടുണ്ട്. കാരണം ഈ സോളാർ ഫെൻസിങ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരമായി അവരെ സമീപിക്കുകയും അതേപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും കൃഷി വകുപ്പിനെയും സമീപിച്ച് നിവേദനം കൊടുക്കുകയും അതുപോലെ സമരങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് ഫെൻസിങ് സോളാർ ഫെൻസിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു പരിധി വരെ സോളാർ ഫെൻസിങ് പൂർത്തീകരിച്ചത് കൊണ്ടും ഈ ഇത്തരം മൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സോളാർ ഫെൻസിങ് വെച്ച ഭാഗങ്ങളിൽ പോലും നിരന്തരമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ പ്രദേശത്തൊക്കെ. ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് NH47 തൃശ്ശൂർ പാലക്കാട് റോട്ടിൽ ടണൽ വന്ന സമയത്ത് ഒരു 1.5 കിലോമീറ്റർ കൃത്യമായിട്ട് സോളാർ ഫെൻസിങ് ചെയ്തിരുന്നെങ്കിൽ ഈ മൃഗങ്ങള് പീച്ചി, വാഴാനി, അസുരംകുണ്ട് വനമേഖലയിലേക്ക് ഇറങ്ങില്ലായിരുന്നു. പക്ഷെ അത് അന്ന് ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രവൃത്തി കാരണം തന്നെയാണ് ഇപ്പോ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആന ഉൾപ്പെടെ ഏകദേശം 17 ആനകളാണ് ഈ ഷോളയാർ വനമേഖലയിൽ നിന്ന് ഈ ടണൽ വന്നപ്പോ NH47 ബ്ലോക്ക് ആയപ്പോ NH47 പൂർണ്ണമായിട്ടും കാട് പിടിച്ചു. ആ വഴി ഒഴിവായപ്പോൾ ഷോളയാർ വനമേഖലയിൽ നിന്ന് പീച്ചി, വാഴാനി, അസുരംകുണ്ട്, എളനാട് വനമേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് വെറും 1.5 കിലോമീറ്റർ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സോളാർ ഫെൻസിങ് ഘടിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ 1.5 കിലോമീറ്ററിന് പകരം ഏകദേശം 35 കിലോമീറ്ററോളം സോളാർ ഫെൻസിങ് ചെയ്യേണ്ട അവസ്ഥയാണ്. അതൊക്കെ ഈ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഫണ്ട് അനുവദിച്ച് കിട്ടുമ്പോൾ സോളാർ ഫെൻസിങ് ഇടുകയാണ്. പക്ഷെ അതൊന്നും മെയിൻ്റനൻസ് ഇല്ലാതെ അതേപോലെ പുല്ല് പിടിച്ചിട്ട് കൃത്യമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ അതൊക്കെ പരാജയപ്പെട്ട രീതിയിലാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.